വെയിറ്റ് ലോസിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തതെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ്. ഞാൻ ഏകദേശം 3.5-4 ലിറ്റർ വെള്ളം വരെ ഈ സമയത്ത് എല്ലാ ദിവസവും ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഏകദേശം 3.5 ലിറ്റർ അല്ലെ 3.25 ലിറ്റർ 4 ലിറ്റർ അടുപ്പിച്ച് തന്നെ കുടിക്കാൻ നോക്കി. പിന്നെ ചെയ്തതെന്ന് പറയുന്നത് പോർഷൻ കൺട്രോളാണ്. ഫുഡ് എടുക്കുന്നതെല്ലാം ഒരു കുറച്ച് സാധാ എല്ലാ ദിവസവും എടുക്കുന്നതിലും അളവ് കുറച്ച് ഞാൻ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തു. പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആളുടെ വീട്ടിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല. ഈ രാവിലെ ഒരു 9 മണി തൊട്ട് 6 മണി വരെയുള്ള ഈറ്റിംഗ് വിൻഡോയാണ് ഞാൻ 16x8 എന്നുള്ള ഒരു ഫാസ്റ്റിംഗ് വിൻഡോയാണ് ഞാൻ യൂസ് ചെയ്തത്. 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് ഈറ്റിംഗ് ആ ടൈം ആയിരുന്നു. ഞാൻ വാക്കിംഗ് മാത്രമാണ് ഈ സമയം ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം അരമണിക്കൂർ. അതും തോന്നുമ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഞാൻ ചെയ്തില്ല. വാക്കിംഗ് മാത്രം അരമണിക്കൂർ ഏകദേശം ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്തിരുന്നു. PCODയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഹോർമോൺ ഇൻബാലൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെയിറ്റ് ലോസ് നടക്കത്തില്ല. പിന്നെ കൂടാതെ നമ്മൾ ഷുഗർ കട്ടും ചെയ്യുന്നില്ല. എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ഷുഗർ കട്ടും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നില്ല. വർക്കൗട്ട് ചെയ്താൽ എനിക്ക് ട്രൈജമിനൽ ന്യൂറോളജിയുടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്ട്രെസ് എടുക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 6 മാസം കൊണ്ടാണ് ആ വെയിറ്റ് ലോസ് പ്രോസസ്സ് നടന്നത്. ഷുഗർ കട്ടോ വർക്കൗട്ടോ ഒന്നും തന്നെ എന്റെ ആ വെയിറ്റ് ലോസ് ജേണിയിൽ ഉണ്ടായി.